പാലക്കാട് CPM ലോക്കൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ കുടുംബത്തിന് ഒരു വിലക്ക്. CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കലാധനെതിരെയാണ് പരാതി. കുടുംബ് വാക്കിൽപ്പാടത്ത് CPM ബ്രാഞ്ച് സെക്രട്ടറിയെയും മകനെയുമാണ് സമുദായം ഊരുവിലക്കിയത്. സമുദായ യോഗത്തിന്റെ ദൃശ്യങ്ങൾ ജനം ടിവിക്ക് ലഭിച്ചു. സംഭവത്തിൽ കുടുംബം ജില്ലാ പോലീസ് മേധാവിക്കും പാർട്ടി നേതൃത്വത്തിനും പരാതി നൽകി. ആരും വർക്ക് കഴിഞ്ഞ് വരുന്ന സമയത്ത് ഇവര് വിശദാംശങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുകയാണ്. അരുൺ, ഇവിടെ CPM ലോക്കൽ സെക്രട്ടറിയുടെ പണിക്ക് പോയി നോക്കി, പടി എത്തിയില്ല, പകുതി വരെ പോയേ ഉള്ളൂ. പോയി വന്നു. മകളും വരുമാനം കൂടി പ്രശ്നമാണ് പറഞ്ഞാൽ നോക്കാൻ പോയത്. അത് കാരണം അവിടെ ഒരു പ്രശ്നമില്ല, അവൻ വീട്ടിലേക്ക് തിരിച്ചു വന്നു. വേറെ ഒരു പ്രശ്നം അവിടെ ഉണ്ടായിരുന്നില്ല. അതിനെ ബ്രാഞ്ച് മെമ്പറും LC സെക്രട്ടറിയും കൂടി ചേർന്നിട്ട് ആരോപണം ഉണ്ടാക്കി എൻ്റെ മകനെയും കൂടിയിട്ട് ഇല്ലാത്ത പ്രചരണം ഉണ്ടാക്കിയിട്ടാണ് ഈ ഇത്രയും കാരണങ്ങൾ ചെയ്യാൻ കാരണം. ഒരു വിലക്ക് കൽപ്പിക്കാനും എന്നെ സമുദായത്തിൽ നിന്ന് മാറ്റി നിർത്തിയതും തെറ്റുവെപ്പിക്കാൻ പറഞ്ഞതും ഈ LC സെക്രട്ടറി സപ്പോർട്ടോടുകൂടി സമുദായം ഒറ്റപ്പെടുത്തി അവന്റെ കെയറോപ്പിലാണ് ഇതെല്ലാം ചെയ്തു വെച്ചിരിക്കുന്നത്. എന്തൊക്കെ വിലക്കാണ് നിങ്ങൾക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളത്? 50,000 രൂപ തെറ്റുവെക്കാനും, അമ്പലത്തിൽ പോകണ്ട പറയാനും, അമ്പലത്തിൽ തൊഴുതാൻ പോകാൻ പറ്റില്ല. വിളക്ക് ഞാനാണെങ്കിൽ 3 വർഷം വിളക്ക് വെച്ചിരുന്നു വന്നത്. അപ്പം അവിടെ പോകാൻ പാടില്ല, കല്യാണ ഇതിലൊന്നും പങ്കെടുക്കാൻ പാടില്ല, ഏത് വീട്ടിൽ ഒരു കയറാൻ പാടില്ല, വീട് തന്നെ ഒറ്റപ്പെടുത്തി ഇരിക്കണമെന്നാണ് സമുദായത്തിന്റെ തീരുമാനം കൊണ്ടാണ് ഞങ്ങളെ ഇറക്കി വിട്ടത്. കൂടുതൽ വിശദാംശങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുകയാണ്. അരുൺ, CPM ലോക്കൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിലാണ് ഒരു കുടുംബത്തിന് സമുദായ ഊരുവിലക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട പരാതിയിൽ പോലീസോ പാർട്ടി നേതൃത്വമോ ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടോ ഇതിനകം? സുരേഷ്, ഏറെ പുരോഗമനം പറയുന്ന CPM എന്ന പാർട്ടിയുടെ നേതാവ്, പാർട്ടിയുടെ ലോക്കൽ സെക്രട്ടറിയും ബ്രാഞ്ച് അംഗവും ഉൾപ്പെടെ ചേർന്ന് വ്യാജമായ പരാതി കെട്ടിച്ചമച്ചുകൊണ്ട് ഒരു കുടുംബത്തെ ഒറ്റപ്പെടുത്തി ഊരുവിലക്കിയിരിക്കുന്നു എന്നുള്ളൊരു പരാതിയാണ് ഉയർന്നിരിക്കുന്നത്. പാലക്കാട് കൊടുമ്പ് ഭാഗത്തു നിന്നുള്ള ബ്രാഞ്ച് സെക്രട്ടറിയെയും കുടുംബത്തെയുമാണ് ഇത്തരത്തിൽ ഒറ്റപ്പെടുത്തിയിരിക്കുന്നത്. ഊരുവിലക്ക് എന്നുള്ള പ്രാകൃത നടപടി ഈ പാർട്ടി നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായതായി പരാതി ഉയർന്നിരിക്കുന്നത്. ഈ കുടുംബം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സാഹചര്യത്തിലാണ് ഇത് തുറന്നു പറയാൻ തയ്യാറായത് എന്നുള്ളതാണ്. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഇവർക്ക് അവിടെ ഒരു ക്ഷേത്രത്തിൽ തൊഴുതാൻ പോലും, ദർശനം നടത്താൻ പോലും കഴിയാത്ത ഒരു സാഹചര്യം ഈ ബ്രാഞ്ച് സെക്രട്ടറിക്കും കുടുംബത്തിനും ഉണ്ടായിട്ടുണ്ട്. ഒപ്പം തന്നെ ആ പ്രദേശത്ത് കല്യാണമായിക്കോട്ടെ, കാതുകുത്തായിരിക്കോട്ടെ, മറ്റു വിശേഷ പരിപാടികളിലൊന്നും സമുദായ അംഗങ്ങളുടെ വീടുകളിലെ പരിപാടികളിലാണെങ്കിലും ഇവരുടെ ബന്ധുക്കളുടെ വീടുകളിലെ പരിപാടികളിലാണെങ്കിലും ഒന്നും തന്നെ ഈ കുടുംബത്തിനെ പങ്കെടുക്കാൻ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് കുടുംബം പറയുന്നത്. ഒപ്പം തന്നെ ഇവർ ഈ വിലക്ക് പിൻവലിക്കണമെങ്കിൽ പണം കെട്ടിവെക്കാൻ, തെറ്റുപണം കെട്ടിവെക്കാൻ ആവശ്യപ്പെട്ടു എന്നുള്ളതാണ് പറയുന്നത്. 50,000 രൂപ കെട്ടിവെക്കണം, ആദ്യം 1 ലക്ഷം രൂപ കെട്ടിവെക്കണമെന്ന് ആദ്യം പറയുകയുണ്ടായി. പിന്നീട് സമുദായം വിളിച്ചു ചേർത്തുകൊണ്ട് 50,000 രൂപ തെറ്റുപണം കെട്ടിവെച്ചു കഴിഞ്ഞാൽ ഈ വിലക്ക് പിൻവലിക്കാം എന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത്. ഇവിടെ ഈ ഊരുവിലക്ക് പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ ഊരുവിലക്ക് നടത്താനുള്ള ഒരു കാരണം എന്താണ്? ഈ CPM ലോക്കൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള ഒരു സമുദായ വിലക്ക് ഏർപ്പെടുത്താൻ എന്ത് കാരണം, എന്ത് ന്യായീകരണം, എന്ത് വിശദീകരണമാണ് പറയുന്നത്? ബന്ധുവീട്ടിൽ പോയതുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു തർക്കം അല്ലെങ്കിൽ അതൊരു വിഷയം, തീർത്തും വ്യക്തിപരമായ ഒരു വിഷയത്തെ ഇത്തരത്തിൽ സമുദായത്തിന്റെ ഉൾപ്പെടെ ഇടപെടൽ ഉണ്ടാക്കിക്കൊണ്ട് ആളുകളെ ഒറ്റപ്പെടുത്തുന്ന തരത്തിലേക്ക് അതിനെ വക്രീകരിച്ച് തെറ്റായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ചിത്രീകരിച്ചു എന്നുള്ളതാണ് പരാതിക്കാർ പ്രധാനമായും പറയുന്നത്. ഏതായാലും ഈ ബ്രാഞ്ച് സെക്രട്ടറി പറയുന്നത് കഴിഞ്ഞ കുറേയേറെ കാലമായി തങ്ങൾക്ക് നേരെ ഇങ്ങനെ ഈ ലോക്കൽ സെക്രട്ടറിയുടെയും മറ്റുമൊക്കെ ഭാഗത്ത് നിന്ന്, ഈ ബ്രാഞ്ച് അംഗത്തിന്റെയൊക്കെ ഭാഗത്ത് നിന്ന് നിരന്തരം തങ്ങൾക്ക് നേരെ ഇത്തരത്തിലുള്ള അധിക്ഷേപങ്ങളും മറ്റുമൊക്കെ ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനമായും പറയുന്നത്. നിലവിലേതായാലും ഏതു തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അത് ചർച്ചയിലൂടെയോ മറ്റോ പരിഹരിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പാർട്ടി തലത്തിലൊക്കെ ഇവർ നടപടി സ്വീകരിക്കുന്നതൊക്കെ സ്വാഭാവികമായിട്ടും നമ്മൾ കേരളത്തിൽ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഈ ഊരുവിലക്ക് ഒറ്റപ്പെടുത്തുക തുടങ്ങിയതൊക്കെ തീർത്തും പ്രാകൃതമായ നടപടിയാണെന്നുള്ളത് കേരള സമൂഹത്തിൽ നമ്മൾ മുൻപും പലതവണ പലയിടങ്ങളിൽ കണ്ടിട്ടുള്ളതാണ്. പാലക്കാട് തന്നെ അതിർത്തി ഗ്രാമങ്ങളിൽ സമാന രീതിയിലുള്ള ഊരുവിലക്കും സംഭവങ്ങളും നമ്മൾ ജനം TV തന്നെ പലതവണ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത്തരം സംഭവങ്ങൾ ഊരുവിലക്കുക
എന്നൊക്കെയുള്ള തരത്തിലുള്ള പ്രാകൃത നടപടികൾ CPM-ന്റെ തന്നെ ഒരു ലോക്കൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ നടക്കുന്നു എന്നുള്ളതാണ്. അതായത് ഏറെ പുരോഗമനം പറയുന്ന ഒരു പാർട്ടിയായ CPM-ന്റെ തന്നെ ലോക്കൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഇത് നടക്കുന്നു എന്നുള്ളതാണ് ഈ സംഭവത്തിലുള്ള അരുൺ, അത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമാകുന്ന ഒരു കാര്യം. മതത്തിനും അല്ലെങ്കിൽ ജാതിക്കും പ്രത്യയശാസ്ത്രത്തിൽ ഇടമില്ല എന്ന് പറയുന്ന ഈ CPM നേതൃത്വം, അതും ലോക്കൽ സെക്രട്ടറിയാണ്, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഇങ്ങനെയുള്ള ഒരു പ്രാകൃതമായ ഒരു ഇടപെടൽ നടത്തിയിരിക്കുന്നത്, പ്രാകൃതമായ രീതിയിലുള്ള ഒരു തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. ഇത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം പ്രതിരോധത്തിലായി കഴിഞ്ഞു. സ്വാഭാവികമായും നാട്ടുകാരുടെ അടക്കം പ്രതിഷേധം ഉയരുന്നില്ലേ? പാർട്ടി നേതൃത്വം എന്തെങ്കിലും തരത്തിലുള്ള ഒരു വിശദീകരണം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു നടപടിക്ക് നേതൃത്വം നൽകിയ ലോക്കൽ സെക്രട്ടറിക്കെതിരെയെങ്കിലും ഒരു നടപടിക്ക് തയ്യാറായിട്ടുണ്ടോ പാർട്ടി നേതൃത്വം? സുരേഷ്, കുടുംബം പറയുന്നത് പാർട്ടിക്ക് തങ്ങൾ ഇത് കൃത്യമായി തന്നെ പരാതി നൽകിയതാണ് എന്നുള്ളതാണ്. പക്ഷേ പാർട്ടി ഇതിൽ യാതൊരു നടപടിയും സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല, ഈ ലോക്കൽ സെക്രട്ടറിക്ക് അനുകൂലമായ നടപടിയാണ് പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടായത് എന്നുള്ളതാണ്. ഏതായാലും അത് തന്നെ ഈ CPM എന്ന പാർട്ടി പുറമെ പുരോഗമനം പറയുകയും ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള പ്രാകൃത നടപടികൾ ഇപ്പോഴും കൈക്കൊള്ളുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയായി നിൽക്കുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ അവരുടെ ആ പുരോഗമന മുഖംമൂടി വലിച്ചു കയറുന്ന ഒരു സംഭവം കൂടിയായി ഇത് മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. നിലവിലേതായാലും ഈ സംഭവത്തിൽ വലിയ വിമർശനങ്ങൾ CPM-നെതിരെ ഉയരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഈ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം കുടുംബം മാനസികമായി വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു, അവർ വലിയ സംഘർഷത്തിലൂടെ കടന്നു പോകുന്നു എന്നുള്ളതാണ് പറയുന്നത്. മാത്രമല്ല ഇവർക്ക് നേരെ വലിയ രീതിയിൽ ഭീഷണി ഉണ്ടാവുന്ന ഒരു സാഹചര്യവും ഉണ്ട് എന്നുള്ളതാണ് കുടുംബം പറയുന്നത്. പല കോണുകളിൽ നിന്ന് ഭീഷണി വരുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ തങ്ങൾക്ക് സംരക്ഷണം നൽകണമെന്നാവശ്യപ്പെട്ട് ജില്ലാ പോലീസ് മേധാവിക്ക് ഇപ്പോൾ ഊരുവിലക്കപ്പെട്ട ആൾ തന്നെ നമ്മളൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ഇപ്പോൾ ഈ ഊരുവിലക്കുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പാർട്ടിക്കും CPM നേതൃത്വത്തിനും പോലീസിനും പരാതി നൽകിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു നടപടി സ്വീകരിച്ചിട്ടുണ്ടോ? ഈ പരാതി നൽകിയപ്പോൾ എന്ത് മറുപടിയാണ് അവരുടെ ഭാഗത്ത് നിന്ന് ലഭിച്ചത്? കേൾക്കാമോ? യെസ്, അരുണിലേക്ക്. അരുൺ, ഇവർ പറയുന്ന ഒരു ന്യായീകരണം, ഈ ഒരു വിലക്ക് ഏർപ്പെടുത്തിയവർ പറയുന്ന ന്യായീകരണം ഈ ഒരു കുടുംബ പ്രശ്നമാണ്, തീർത്തും വ്യക്തിപരമായ ഒരു പ്രശ്നമാണ്. അവിടെയാണ് പാർട്ടി ഇടപെട്ടിരിക്കുന്നത്, ലോക്കൽ സെക്രട്ടറി ഇടപെട്ടിരിക്കുന്നത്. ഈ സമുദായത്തിൻ്റെയും ഊരിൻ്റെയും പേര് പറഞ്ഞ് ഒരു വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്നത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിരോധത്തിലാക്കി കഴിഞ്ഞിട്ടുണ്ടാവുമെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ പാർട്ടി തന്നെ ഈ CPM ലോക്കൽ സെക്രട്ടറിക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നു എന്ന് പറയുന്നത് അവരുടെ പ്രത്യയശാസ്ത്രത്തിലടക്കം വന്നു ചേർന്ന ഒരു വലിയൊരു അധപ്പതനം, അതിലേക്ക് കൂടി വിരൽ ചൂണ്ടപ്പെടുന്നു. പാർട്ടി അണികളിൽ നിന്നടക്കം അത്തരത്തിലുള്ള ഒരു വിമർശനങ്ങൾ തന്നെയാണോ വന്നുകൊണ്ടിരിക്കുന്നത്? തീർച്ചയായും സുരേഷ്, നമുക്കറിയാം CPM പോലെ വലിയ രീതിയിൽ വലിയ വായിൽ പുരോഗമനം പറയുന്ന ഒരു പാർട്ടിയാണ്, രാഷ്ട്രീയ പാർട്ടിയാണ് CPM. മാത്രമല്ല കേരളം എന്നുള്ളത് സാക്ഷരതയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന നമ്പർ 1 ആണെന്നൊക്കെ വലിയ രീതിയിൽ പറയുകയും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെ വലിയ രീതിയിൽ വിമർശിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് CPM-ഉം അതിലെ നേതാക്കളും. എന്നിരിക്കെയാണ് ഇങ്ങനെ ഇത്തരത്തിൽ വളരെ പ്രാകൃതമായ ഒരു നടപടി, ഒരു കുടുംബത്തെ ഇത്തരത്തിൽ ഊരുവിലക്ക് കൽപ്പിച്ചുകൊണ്ട് അവർക്ക് പൊതുസമൂഹവുമായി യാതൊരു ബന്ധവുമില്ല, തൊട്ടയൽപക്കത്തെ വീട്ടിലേക്ക് പോലും അവർക്ക് കടന്നു ചെല്ലാൻ കഴിയില്ല, അല്ലെങ്കിൽ അങ്ങനെ കടന്നു ചെന്നു കഴിഞ്ഞാൽ അവരെ അത്തരത്തിൽ പുറത്താക്കുന്ന തരത്തിൽ വിലക്കിയിരിക്കുന്നു എന്നുള്ളത് തീർത്തും സാമൂഹികമായി ഒരു മനുഷ്യനൊരു സാമൂഹിക ജീവിയാണെന്നുള്ളത് അറിയാവുന്നതാണ്. പക്ഷെ ആ സാമൂഹിക ജീവിയായ മനുഷ്യനെ ഇത്തരത്തിൽ ഒറ്റപ്പെടുത്തിക്കൊണ്ട് തീർത്തും വളരെ വളരെ പ്രാകൃതമായ ഒരു നടപടിയാണ് CPM-ന്റെ ഈ ലോക്കൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിലും ബ്രാഞ്ച് അംഗത്തിന്റെ നേതൃത്വത്തിലും സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് പൊതുവിലെ വിമർശനമായി ഉയരുന്നത്. ഏതായാലും നിലവിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിട്ടും പാർട്ടി പോലും തിരിഞ്ഞു നോക്കിയില്ല, അല്ലെങ്കിൽ പാർട്ടി അതിൽ നടപടി സ്വീകരിച്ചില്ല എന്നുള്ളത് അവരുടെ ആ പുരോഗമന മുഖംമൂടി വലിച്ചു കീറുന്ന ഒരു സംഭവം കൂടിയായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. നിലവിൽ ഈ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അവർ മാനസികമായി വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വേളയിൽ കഴിഞ്ഞ കുറേയേറെ ദിവസങ്ങളായി ഇവർ ഇത്തരത്തിലുള്ള മാനസിക സംഘർഷത്തിലൂടെ കടന്നു പോകുന്നു, ഇവർക്ക് ഇത്തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു. ഈ സാഹചര്യത്തിലാണ് ഈ കുടുംബം ഇത് മാധ്യമങ്ങൾക്ക് മുൻപിൽ പറയാൻ തയ്യാറായിരിക്കുന്നതും ഒപ്പം തന്നെ ഈ വിഷയത്തിൽ പോലീസിന് ഉൾപ്പെടെ പരാതി നൽകാൻ തയ്യാറായതുപോലും അവർക്ക് പല കോണുകളിൽ നിന്നുള്ള ഭീഷണി ഉയരുന്ന ഒരു സാഹചര്യത്തിലാണ് എന്നുള്ളതാണ്. നിലവിൽ ഈ സംഭവത്തെ കുറിച്ച് CPM-ന്റെ ഏതായാലും ജില്ലാ നേതൃത്വം ഉൾപ്പെടെ എന്ത് മറുപടി പറയുമെന്നുള്ളത് അറിയേണ്ട സാഹചര്യമുണ്ട്. വരും ദിവസങ്ങളിൽ, വരും മണിക്കൂറുകളിലൊക്കെ അവരുടെ ഈ വിഷയത്തിലുള്ള വിശദീകരണം എന്തായിരിക്കുമെന്ന് നമുക്ക് അറിയാൻ സാധിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്.
പാലക്കാട് CPM ലോക്കൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിലാണ് കുടുംബത്തിന് ഒരു വിലക്ക് കൽപ്പിച്ചിട്ടുള്ളത്. CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കലാധനെതിരെയാണ് ഇത് സംബന്ധിച്ച പരാതിയുള്ളത്. കുടുംബ വാക്കിൽപ്പാടത്ത് CPM ബ്രാഞ്ച് സെക്രട്ടറിയും മകനെയുമാണ് സമുദായം ഒരു വിലക്കിയത്. സമുദായ യോഗത്തിന്റെ ദൃശ്യങ്ങളാണ് ജനൻ ടിവിക്ക് ലഭിച്ചത്. എന്നാൽ ഈ സംഭവത്തിൽ പോലീസും പാർട്ടിയും ഒരു നടപടിയും ഇതിനകം സ്വീകരിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമാകുന്നത്. അരുൺ ആലത്തൂരാണ് വിശദാംശങ്ങൾ നൽകിയത്.